ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഒരുപക്ഷെ ഓരോ അച്ഛനമ്മമാരെയും ഒരുപോലെ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ, നമ്മുടെ കൗമാരക്കാർ വീട് വിട്ടുപോകുന്നത്? ഇത് വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണല്ലേ? പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജിയുടെ കാഴ്ചപ്പാടുകളിലൂടെ നമുക്കിതിന്റെ കാരണങ്ങളിലേക്കും പരിഹാരങ്ങളിലേക്കും ഒന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. അതെ, ഇതാണ് ആ ചോദ്യം. എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് സ്വന്തം വീട് ഒരു അഭയകേന്ദ്രമായി തോന്നാത്തത്? എവിടെയാണ് അവർക്ക് ആ സുരക്ഷിതത്വം നഷ്ടപ്പെടുന്നത്? നമുക്കിതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാം. അപ്പോ നമുക്കിതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണങ്ങളിലേക്ക് കടക്കാം. പലരും വിചാരിക്കുന്നതുപോലെ ഈ പ്രശ്നത്തിന്റെ തുടക്കം പുറത്തുനിന്നല്ല. അല്ല, അത് തുടങ്ങുന്നത് നമ്മുടെയൊക്കെ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ നിന്നാണ്, ഒറ്റപ്പെട്ടുപോയ ചില ഹൃദയങ്ങളിൽ നിന്ന്. ആചാര്യജി ഇതിനെ വളരെ കൃത്യമായൊരു പേര് വിളിക്കുന്നുണ്ട്: വൈകാരിക ശൂന്യത. എന്താണിത്? ലളിതമായി പറഞ്ഞാൽ, ഒരു കുട്ടിക്ക് സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം, ആ ഒരു ഊഷ്മളത, ആ പരിഗണന, അതൊന്നും കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം ശൂന്യതയാണ്. സ്വന്തം വീട്ടിൽ തന്നെ അവർക്കൊരു അപരിചിതത്വം അനുഭവപ്പെടാൻ തുടങ്ങുന്നു. ഇതിലെ ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്നറിയാമോ? ഈ മുറിവുകളൊന്നും പുറമേക്ക് കാണാൻ കഴിയില്ല. പക്ഷേ നിരന്തരമായ അവഗണന, എപ്പോഴും കുറ്റപ്പെടുത്തൽ, ഇതൊക്കെ ഒരു കുട്ടിയുടെ ആത്മവിശ്വാസത്തെയും ലോകത്തെ കാണുന്ന രീതിയെയും ശരിക്കും തകർത്ത് കളയും. അതിന്റെ ആഴം നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. അപ്പോ കാര്യങ്ങൾ വളരെ വ്യക്തമാണല്ലേ? ഈ വൈകാരിക ശൂന്യതയുടെ ഒരു സ്വാഭാവിക ഫലം മാത്രമാണിത്. വീട്ടിൽ നിന്ന് കിട്ടാത്ത ആ സ്നേഹവും അംഗീകാരവും അവരെവിടെ പോയി തിരയും? തീർച്ചയായും പുറം ലോകത്ത്. ആ തിരച്ചിൽ പലപ്പോഴും അവരെത്തിക്കുന്നത് വളരെ അപകടം പിടിച്ച വഴികളിലായിരിക്കും. ഇനി നമ്മൾ കാണാൻ പോകുന്ന കാര്യം ഒരുപക്ഷെ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം. അവഗണന മാത്രമല്ല പ്രശ്നം, അതിന്റെ നേരെ വിപരീതമായ കാര്യവും, അതായത് അമിതമായ ലാളനയും ഒരുപോലെ അപകടകരമാണ്. ഈ രണ്ടറ്റങ്ങളും എങ്ങനെയാണ് ഒരേപോലെ ദോഷം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ഇത് 2 വ്യത്യസ്ത വഴികളാണെന്ന് തോന്നാം. പക്ഷേ രണ്ടും ചെന്നെത്തുന്നത് ഒരേ സ്ഥലത്താണ്. ഒരു വശത്ത് അവഗണന, അത് കുട്ടിയെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്നു. മറുവശത്തോ അമിത ലാളന, ചോദിക്കുന്നതെന്തും വാങ്ങിക്കൊടുത്ത് ഒരു വാശിയും സമ്മതിക്കാതെ വളർത്തുമ്പോൾ എന്താ സംഭവിക്കുക? ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെപ്പോലും നേരിടാൻ ധൈര്യമില്ലാത്ത ദുർബലരായവർ മാറും. ഇതാണ് ആ 2 വഴികളുടെയും ഒരു പൊതുവായ ഫലം. ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് വന്നാൽ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ള ഒരു മാനസിക കരുത്ത് അവർക്ക് കിട്ടുന്നേയില്ല. അപ്പൊ പിന്നെ എന്തു ചെയ്യും? ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും അവർക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി ഓടിപ്പോവുക എന്നതാണ്. അതിലേക്ക് അവർ വീണുപോകുന്നു. അപ്പോ വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം പുറത്തേക്ക് നോക്കുന്നൊരു കുട്ടിയുടെ മുന്നിൽ എന്താണുള്ളത്? അവിടെ അവരെ കാത്തിരിക്കുന്നത് മിന്നിത്തിളങ്ങുന്ന ഒരു മായാലോകമാണ്. എന്തൊക്കെയാണ് ആകർഷണങ്ങൾ? നമുക്കൊന്ന് നോക്കാം. ആചാര്യജി ഇവിടെ വിരൽ ചൂണ്ടുന്നത് ഇന്നത്തെ സിനിമകളിലേക്കും സോഷ്യൽ മീഡിയയിലേക്കുമാണ്. ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ വഴിതെറ്റിക്കുന്ന പ്രധാന ശക്തികൾ ഇവയൊക്കെ തന്നെയാണ്. സിനിമ കണ്ട് ഒരു സൂപ്പർ സ്റ്റാർ ആകാനുള്ള മോഹം, വലിയ നഗരങ്ങളിലെ ഗ്ലാമറുള്ള ജീവിതം, പെട്ടെന്ന് പണമുണ്ടാക്കി വിജയിക്കാമെന്നുള്ള വ്യാമോഹം, ഇതൊക്കെ അവരെ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒരുപാട് അകലെയുള്ള ഒരു ഫാന്റസി ലോകത്തേക്ക് വലിച്ചെടുപ്പിക്കുന്നു. ഇത് ശരിക്കും അപകടം പിടിച്ചൊരു കളിയാണ്. കാരണം ഈ മായാലോകത്തിന്റെ പുറകെ പോകുമ്പോൾ അവർക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള വിവേകം നഷ്ടപ്പെടുകയാണ്. നല്ല മൂല്യങ്ങളെല്ലാം ഒരു വ്യാജ സ്വപ്നത്തിനു വേണ്ടി വലിച്ചെറിയാൻ അവർ മടിക്കുന്നില്ല. അപ്പോ ഇത്രയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്താണിതിനൊരു പരിഹാരം? ആചാര്യജി വീണ്ടും നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നമ്മുടെയെല്ലാം വീടുകളിലേക്കാണ്. പരിഹാരം തുടങ്ങേണ്ടത് അവിടെ നിന്നാണ്. നമ്മുടെ കുട്ടികളെ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തായി കാണുന്ന ആ ഒരു മനോഭാവത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. ഒന്നോർത്തു നോക്കൂ, നമ്മുടെ കുട്ടികൾ, അവരാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വിലമതിക്കാനാവാത്ത സമ്പത്ത്, മറ്റെന്തിനേക്കാളും അമൂല്യമായ നിധി. ഇവിടെയാണ് ആചാര്യജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം വരുന്നത്. അവരെ വളർത്തേണ്ടത് അവഗണന കൊണ്ടല്ല, സ്നേഹവും സദ്ഗുണങ്ങളും നൽകിയാണ്. വളരെ ലളിതമായി തോന്നാം, പക്ഷേ ഈ വിഷയത്തിന്റെ എല്ലാം കാതൽ ഈ വാക്കുകളിലുണ്ട്. സ്നേഹവും നല്ല മൂല്യങ്ങളും കൊടുത്തു വളർത്തുന്ന ഒരു കുട്ടിക്ക് വഴിതെറ്റാൻ സാധ്യതയുണ്ടോ? ഇല്ല. അതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ ചർച്ചയുടെ അവസാനം നമുക്ക് ഓരോരുത്തർക്കും നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. നമ്മുടെ വീട്, അത് നമ്മുടെ മക്കൾക്ക് സ്നേഹവും സുരക്ഷിതത്വവും തരുന്ന ഒരിടമാണോ, അതോ അവർ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണോ? നമുക്ക് ഒന്നിച്ചുറപ്പിക്കാം, നമ്മുടെ ഏറ്റവും അമൂല്യമായ ഈ സമ്പത്തിനെ സംരക്ഷിക്കാൻ നല്ല സ്നേഹമുള്ള കുടുംബങ്ങൾ നമുക്ക് കെട്ടിപ്പടുക്കാം.
കാരണം ഓർക്കുക, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സംരക്ഷിക്കുന്നത് നമ്മുടെ കുട്ടികളെ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ കൂടിയാണ്.